പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ സന്ധ്യാസമയം ഈ പ്രയർ ഫെലോഷിപ്പിനോട് ചേർന്ന് Oh, yes. ക്യാൻ യു ഹിയർ മീ? Yes. എല്ലാവരോടും ചേർന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായതായ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഫെലോഷിപ്പിൻ്റെ നടത്തിപ്പുകാരനായ പാസ്റ്റർ അനീഷ് ജോണിന് എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇപ്രകാരം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ഫെലോഷിപ്പിൽ വന്ന് ദൈവവചനം സംസാരിക്കുന്നതിനുള്ള അവസരം എനിക്ക് ഒരുക്കി തന്നതിനായി ഞാൻ നന്ദി കരയറ്റുകയാണ്. അതോടൊപ്പം തന്നെ മനോഹരമായ പാട്ടുകൾ ഇന്ന് ആലപിച്ച് നമ്മളെ ആരാധിക്കുവാൻ സഹായിച്ച ബ്രദർ ജോയ്സ് മാത്യൂസിനും ടീമിനും എൻ്റെ പ്രത്യേകമാവുന്ന നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് കൂടി വന്നിരിക്കുന്ന ഇന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എവിടെ നിന്നൊക്കെയാണ് ഇതിനകത്ത് പങ്കുചേരുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പലരെയും ഇതിനകത്ത് പേരുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ തന്നെ സകലരെയും ഒരുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. പാസ്റ്റർ ഓൾറെഡി പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം ഈ ഫെലോഷിപ്പിൽ ദൈവവചനം സംസാരിപ്പാൻ കടന്നു വന്നിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഈ പട്ടണത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും നല്ല പരിചയമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആകയാൽ ഞാനൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവ ആത്മാവ് തന്ന നല്ലൊരു വചനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് അല്പസമയം അതിന്മേൽ കിട്ടിയിരിക്കുന്ന പ്രകാശത്തെ സംസാരിപ്പാനും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനുമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതം യാത്ര നമ്മൾ അമേരിക്കയിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിത യാത്ര, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ അല്ലെങ്കിൽ വിശ്വാസ ജീവിത യാത്ര, ഇറ്റ് ഈസ് നോട്ട് ഈസി. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും അതിൻ്റെതായ ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു. എന്നാൽ ദിവസത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് പലവിധമാകുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാരങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഞാൻ ചില ദിവസങ്ങളായിട്ട്, ചില മാസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എനിക്ക് നേരിടേണ്ടി വന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചില പാഠവിഷയങ്ങളായിട്ട് തീരുവാൻ ദൈവമിടയാക്കിയിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്ന ഒന്നും ദൈവം അറിയാതെയല്ല എന്ന് നമ്മളേവരും അറിയുന്നുണ്ട്. നമ്മൾ ദൈവമക്കളാണ്. ചങ്കിലെ ചോര തന്നുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തവനായ ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതാവസ്ഥകളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അതിന് നമ്മളെല്ലാവരും സാക്ഷികളാണെന്നതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഇപ്രകാരം വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ചെറിയൊരു സമൂഹത്തോടെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന വേദഭാഗം എന്നുള്ളത് യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. എനിക്കറിയാം, യെശയ്യാ പ്രവചനത്തിലെ എൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയാണ്, യെശയ്യാ പ്രവചനത്തിലെ പല അധ്യായങ്ങളും ഞാൻ വളരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ സഭപരമായിട്ടുള്ളതായ നീക്കങ്ങളിൽ, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ എന്നെ വളരെയധികം ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. അതിനകത്ത് ചില അധ്യായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, എല്ലാതും വിലപ്പെട്ടതാണ്. എന്നാൽ ചിലത് കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒന്നാണ് 43-ാമത്തെ അധ്യായം എന്നുള്ളത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ 1ഉം 2ഉം 3ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട,
ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മാത്രമല്ല, ഇന്ന് ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ യെശയ്യാ പ്രവചനം 43 അധ്യായത്തിലെ എല്ലാ വേദഭാഗങ്ങളും വളരെ പരിചയമുള്ളതാണെന്ന് എനിക്കറിയാം. ഇതിൽ നിന്നൊരു പുതിയൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ കേൾക്കേണ്ട ഒരു ആവശ്യമായിട്ട് പലപ്പോഴും തോന്നാറില്ല. എങ്കിൽ തന്നെ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പകർന്ന ചില തോട്ടുകൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായം പ്രത്യേകമായിട്ട് അതിൻ്റെ ആരംഭത്തിലെ ആ എക്സ്പ്രഷൻസുകളെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ചില സത്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്ന കാര്യം കേട്ടോ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരാണ് നിന്നോട് അരുളി ചെയ്യുന്നത് എന്ന് ദൈവം തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്. ആ ഒരു എക്സ്പ്രഷനിലെ ചില ടേംസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി. രണ്ട് ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ തന്നെയും രണ്ട് പദങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാൻ ഇടയാവുന്നുണ്ട്. ഒന്ന്, യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് വാട്ട് ഡസ് ഇറ്റ് മീൻ? അല്ലെങ്കിൽ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായി ഏറെക്കുറെ അതിൻ്റെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമാകുന്നത് ഒന്ന് തന്നെയാണ്. എന്നാൽ അതിനെ കൂടുതൽ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അതിലൂടെ ചില കാര്യങ്ങൾ എനിക്ക് ചില വസ്തുതകൾ വെളിവാകുവാൻ തക്കൊണ്ട് ദൈവം ഇടയാക്കി തന്നു. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ യാക്കോബിനെ കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്. ഇനി അതേ യാക്കോബിനെ കുറിച്ച് തന്നെ വേറെ രൂപത്തിൽ കർത്താവ് പറയുകയാണ്, ഇസ്രായേലേ. നമുക്കറിയാം യാക്കോബ് എന്നുള്ള പേര് മാറി തനിക്ക് ഇസ്രായേൽ എന്നുള്ള പേര് ദൈവം തന്നെയാണ് തനിക്ക് നൽകിയത്. ആ ഇസ്രായേലിനെ സംബോധന ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുകയാണ്, ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്. ഈ ഒരു പേരിൻ്റെതായ മാറ്റം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ഒരു 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 അനുഭവം അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ വിത്ത് ഗാഡ്, ദൈവത്തോടു കൂടിയുള്ളതായ ഒരു ഇൻ്റർവെൻഷനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതുപോലെ തന്നെ 32-ാം അധ്യായം, ഈ 2 അധ്യായങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ ചില കാര്യങ്ങളൊക്കെയും ദൈവം പ്രവർത്തിച്ചതും തനിക്ക് അനുഭവമായതും തൻ്റെ ജീവിതത്തിൽ അതൊരു രൂപാന്തരണത്തിന് കാരണമായി തീർന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കൊണ്ട് സാധിക്കും. അതിൻ്റെ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം ഇസഹാക്കിനെ കുറിച്ചും റബേക്കയെ കുറിച്ചും നമുക്കറിയാം. അവരുടെ മക്കളെക്കുറിച്ച് ഏശാവിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും നമുക്കറിയാം. എന്നാൽ ഒരു പ്രത്യേകമാവുന്ന സാഹചര്യത്തിൽ യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ട് ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ പോലെ തന്നെ തൻ്റെ മാതാപിതാക്കൾ തന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ താൻ ലാബാൻ്റെ അല്ലെങ്കിൽ റബേക്കയുടെ സഹോദരൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ആ യാത്രയിൽ തനിക്കുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് 28-ാം അധ്യായത്തിൽ വായിക്കാൻ കൊണ്ട് സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയാനല്ല ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം അവിടെ സംഭവിച്ചത് നമുക്കറിയാം. എന്നാൽ അവിടെ പ്രത്യേകമാവുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷൻ വിത്ത് ഗാഡ്, അല്ലെങ്കിൽ ദൈവത്തെ അഭിമുഖമായി താൻ അനുഭവിക്കുന്നതായ ഒരു ഘട്ടം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനിടയായി. ആ അനുഭവം തൻ്റെ ജീവിതത്തെ ചൈതന്യപ്പെടുത്തുകയും തൻ്റെ ജീവിതത്തെ എടുത്തുകയും ചെയ്തു എന്ന് നമുക്കറിയാം.
ഇനി ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ഉപരിയായിട്ട് നമുക്ക് 32-ാം അധ്യായത്തിൽ വേറൊരു സന്ദർഭം തൻ്റെ ജീവിതത്തിൽ, യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഒരു അനുഭവം കൂടെ ഉണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 32-ാം അധ്യായം വായിക്കുന്ന ഉടനെ, അല്ലെങ്കിൽ ലാബാന്റെ ഭവനത്തിൽ താൻ 20 വർഷത്തോളം ചെലവഴിച്ചതിന് ശേഷമായിട്ട് ഒരു തിരികെയുള്ള യാത്ര. ആ യാത്രാ മധ്യേ തനിക്ക് ഉണ്ടാവുന്ന ചില പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ചില ഭയം, ചില സംശയങ്ങൾ, ചില പ്രയാസ പ്രതിസന്ധികളൊക്കെ തനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ താൻ യാബോക്ക് കടല് കടന്ന് ഇപ്പുറത്ത് കടക്കുന്ന സമയത്ത് ഒരു മല്ലയുദ്ധം താൻ നടത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. തൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയും ആ ദൂതനോടൊപ്പം ഒരു രാത്രി മുഴുവൻ താൻ ചിലവഴിച്ച കാര്യങ്ങളും കഥകളൊക്കെയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അന്ന് രാത്രി ആ മല്ലുപിടുത്തത്തിന് മധ്യത്തിലായിട്ട് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ, ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു ഘട്ടമായിട്ട് അത് തീരുവാൻ തക്കണം ഇടയായി. തൻ്റെ തുടയുടെ തടം ആ സ്വർഗ്ഗദൂതൻ തൊടുവാനും താൻ തൻ്റെ ഉളുക്ക് പ്രാപിച്ചവനായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് പോകാൻ തക്കനോടിയായി. അതിന് ശേഷമായിട്ട് ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഈ സ്വർഗ്ഗദൂതൻ തന്നോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ കർത്താവ് തന്നോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയം കൂടാതെ തന്നെ സൃഷ്ടിക്കപ്പെട്ട യാക്കോബ് പറയുകയാണ്, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. എന്നാൽ ആ സന്ദർഭത്തിൽ ദൈവം തന്നോട് പറയുന്ന, അല്ലെങ്കിൽ ആ സ്വർഗ്ഗദൂതനിലൂടെ ദൈവം കൽപ്പിക്കുന്ന വേറൊരു ഭാഗം, അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നു മുതൽ നീ യാക്കോബല്ല, നിന്റെ പേർ ഇസ്രായേൽ എന്നറിയപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, യാക്കോബിനെ സംബോധന ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുകയാണ്, യാക്കോബേ, ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്. ഒരു സമയം യാക്കോബ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. തൻ്റെ മാതാപിതാക്കളാൽ ഈ ഭൂമുഖത്ത് താൻ ജന്മമെടുക്കുവാൻ തക്കനോടിയായി ദൈവം തന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കി. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു 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 വിവാഹ സമയം വരെയും, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന സമയം വരെയും താനൊരു കേവലം സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് താൻ ജീവിച്ച ഒരു കാലയളവായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് വാസ്തവമാണ്. എന്നാൽ ആ ജീവിതാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവം അവനെ ഒരു പ്രത്യേകമാവുന്ന അനുഭവത്തിലൂടെ കടത്തി വിട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ തക്കണം 32-ാം അധ്യായത്തിൽ കാണുവാൻ തക്കണം സാധിക്കുന്നു. ഞാനിത് പറയാൻ ആഗ്രഹിച്ച കാര്യം, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എനിക്കറിയാം, നല്ല ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ്. നമുക്കറിയാം ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. അതെന്തുമാത്രം നമുക്ക് വേദന നൽകിയതാണെന്നും, എന്തുമാത്രം നമ്മളതിൽ ഭാരപ്പെട്ടെന്നും, എന്തുമാത്രം കണ്ണുനീർ നമ്മൾ പൊഴിച്ചെന്നും, എന്തുമാത്രം ഭാരങ്ങൾ നമ്മൾ അനുഭവിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോട്ടുന്നത്. എന്നാൽ അതിന് ശേഷമായിട്ട് നമ്മളൊരു സാക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു പ്രതിസന്ധി കടന്നു വന്നതെന്നുള്ളത് നമ്മുടെ എല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇന്ന് രാത്രികാലം. ഏതെങ്കിലും വിഷയത്തിൽ നമ്മളിങ്ങനെ ഞെരുങ്ങുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്കത് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിച്ചു. ഞാൻ അതിനൊരു സാക്ഷിയാണ്. എൻ്റെ ജീവിതാനുഭവത്തോട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെയും പലരോടും ഞാൻ പറയാനിടയായി. ഓരോരോ കാര്യങ്ങൾ ദൈവം സിനോറിയസ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഓർമ്മപ്പെടുത്തുവാൻ തകുന്നത് ഇടയായി. അതെല്ലാം ഓർക്കുമ്പോൾ അന്ന് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി, അന്ന് വളരെ അതൊരു പ്രയാസം, പ്രതിസന്ധിയായിട്ട് തോന്നി. ദൈവം എന്നെ കൈവിട്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, ഗാഡ് അലൗസ് certain things to happen in our life in certain occasions. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഗാഡ് അലൗസ്, ദൈവം അനുവദിക്കുന്നതാണ്. നമ്മളെ ചില അവസ്ഥകളിലൂടെയൊക്കെ കടത്തി വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. അത് നമ്മളെ ഇല്ലാതാക്കി കളയാനോ, നമ്മളെ നഷ്ടപ്പെടുത്തി കളയാനോ, നമ്മളെ നശിപ്പിച്ചു കളയുവാനോ അല്ല. നമ്മളെ ജെറമ്യാ പ്രവചനം 29:11 വായിക്കുന്ന പോലെ, ഹല്ലേലൂയ, നമുക്ക് യെരമ്യാ പ്രവചനം 29:11 എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും,
വാട്ട് എവർ ഗാഡ് അലൗസ് അസ് ടു ഗോ ത്രൂ, അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ടും എൻ്റെ കുടുംബത്തിലും എൻ്റെ കുഞ്ഞുങ്ങളുടേതായ ജീവിതത്തിലും ഞങ്ങൾക്കത് അനുഭവമാവാൻ തൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ഈ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം, ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ജീവിതത്തിൽ കടന്നുപോയ ഘട്ടങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ തൊക്കണം സാധിക്കും, ഇറ്റ് വാസ് സോ ഓസം. അതെനിക്കൊരു വേദനകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നെങ്കിൽ തന്നെയും, ദൈവം അതിലൂടെ എന്നെ കടത്തി വിട്ടെങ്കിൽ തന്നെയും, ഇന്ന് എനിക്കത് മനസ്സിലാവുന്നു, ദാറ്റ് വാസ് സംതിങ് ഗുഡ്. എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടായിരുന്നു, അത് തിന്മയ്ക്കായിട്ടായിരുന്നില്ല എന്ന് നമുക്ക് സാക്ഷ്യം പറയുവാൻ തൊക്കെ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിക്കേ. യാക്കോബ് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം വരെയും താൻ ജീവിച്ചെങ്കിൽ തന്നെയും, തന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ട് തന്നെ പുതിയതായി ഒന്ന് നിർമ്മിച്ചെടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. തൻ്റെ പ്രത്യേകമാകുന്ന ആ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ആ ഞെരുക്കത്തിലൂടെ അല്ലെങ്കിൽ തനിക്കുണ്ടായ പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ ദൈവം അനുവദിച്ചതായ ആ പ്രതിസന്ധിയിലൂടെ യാക്കോബ് കടന്നു പോയപ്പോൾ, ഹല്ലേലൂയ, ആ വേദനകരമായ അവസ്ഥകളൊക്കെയും ജീവിതത്തിൽ ഉണ്ടായപ്പോൾ യാക്കോബിന് ഇമ്മീഡിയറ്റ്ലി അത് മനസ്സിലായില്ല, ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുമായിരുന്നു എന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ തുടങ്ങാൻ സാധിച്ചില്ല. എന്നാൽ പിന്നത്തേതിൽ അത് അനുഭവമാകുവാൻ തക്കനോടെയായി എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യാക്കോബെ ഞാൻ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ ഞാൻ നിന്നെ നിർമ്മിച്ചവനുമാണ്. ഇന്ന് രാത്രികാലം സൃഷ്ടിക്കപ്പെട്ട നാം എല്ലാവരും, ഒരു സമയം നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ നല്ല അവസരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ നല്ല സുദിനം, ദൈവവചനം കേൾപ്പാനും ദൈവവചനത്തിന് കീഴ്പ്പെടുവാനും അതിനെ പൂർണ്ണമായി ഏറ്റുകൊള്ളുവാനും നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഞാൻ ഐ സറണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ആൾട്ടറിലേക്ക് ഓടിപ്പോയതായ ആ നിമിഷങ്ങളെ നമുക്ക് ഓർക്കുവാൻ തക്കണം സാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അത് എന്ന് ഇന്ന് രാത്രികാലം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ ചില സന്ദർഭങ്ങളിൽ, ചില ഇൻസിഡൻറ്റിലൂടെ, ചില ആക്സിഡൻറ്റിലൂടെ, ചില രോഗങ്ങളിലൂടെ, എന്തും ആയിക്കൊള്ളട്ടെ, ചില പ്രോസസ്സുകളിലൂടെ ദൈവം നമ്മളെ കടത്തി വിട്ടുകൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെയാണ് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട നാം നിർമ്മിക്കപ്പെട്ട ഒരവസ്ഥയിലേക്കായിത്തീരുന്നത്. ഇന്ന് രാത്രികാലം നിർമ്മിക്കപ്പെട്ട, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സൃഷ്ടിക്കപ്പെട്ടിരുന്ന ഒരു ദൈവജനം, എന്നാൽ അത് ഇന്നൊരു രൂപാന്തരം ഉണ്ടായി നിർമ്മിക്കപ്പെട്ട ഒരു കൂട്ടമായി തീർന്ന ദൈവമക്കളെ എല്ലാവരെയും കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രയും വലിയൊരു മഹൽ പദവി നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നല്ലോ. വേദനയിൽ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തന്നെയും നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനും നമ്മളെ നിർമ്മിച്ചെടുക്കുവാനും നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുവാൻ, കർത്താവിന് പ്രയോജനമുള്ളവരായി, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി, അവൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി, സാക്ഷികളായി നിലകൊള്ളുവാൻ തക്കൊണ്ട് നമ്മളെ നിർമ്മിച്ചെടുത്ത ആ ഒരു പ്രോസസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. തുറന്നു നോക്കിക്കുക, അതിൻ്റെ 2-ാം വാക്യം അതിൽ ഇപ്രകാരമാണ് പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നമുക്കറിയാം, വെള്ളത്തിൽ കൂടി നമ്മളൊന്നും പോകാത്ത ഒരു സാഹചര്യം. എന്നാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു അവസ്ഥയിൽ അകപ്പെട്ടാൽ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, കടക്കേണ്ടി വരും, നിനക്ക് കടക്കേണ്ടി വരും. കടക്കേണ്ടി വരുമ്പോൾ എന്നല്ല, നീ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെയും പലപ്പോഴും അല്ലെങ്കിൽ പലർക്കും പല ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായി. ഈ മെറ്റീരിയലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള വെള്ളത്തിൻ്റെ അനുഭവമല്ല ഞാൻ പറയുന്നത്. വെള്ളത്തിലൂടെ പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിലൂടെയൊക്കെയും കടന്നു പോകുന്ന അവസ്ഥകൾ, ജീവിതത്തിൽ വേദനകളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ രാത്രി 1 മണിക്കോ 2 മണിക്കോ ഒരു പേഷ്യൻ്റെ അടുത്ത് എന്നെ വിളിച്ചു. ഒരുപാട് കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞു. ഒരു വാക്യം അവർ പറഞ്ഞു, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല പാസ്റ്റർ, ഞാൻ കണ്ണടയ്ക്കുന്ന ഉടനെ എനിക്ക് പേടി വരിക. ഇതെല്ലാം പറഞ്ഞു വന്ന് ഒത്തിരി അതിൻ്റെ കൺക്ലൂഷൻ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെയും ദൈവജനത്തിന് പറഞ്ഞതിന് ശേഷം ഒരു വാക്യം എനിക്ക് ഓർമ്മ വന്നു. ഇതാണ് Psalm 46:1, ഗാഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. അവൻ നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത
ഒരു കുഞ്ഞിന് അമ്മ അടുത്തുള്ളതുപോലെ ദീനമായിരിക്കുന്ന ഒരു കുഞ്ഞിന് വേറെ ആരും വേണ്ട, അമ്മയെ വേണ്ട. ഹല്ലേലൂയ. ദൈവവചനം പറയുകയാണ്, ജീവിതത്തിൽ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, വേദനകൾ വരുമ്പോൾ നമ്മളോട് ടു ബി മോർ ക്ലോസർ, നമ്മളെ പുണർന്നിരിക്കുന്ന ഒരു ദൈവം, നമ്മളെ കരം പിടിച്ച് നമ്മളെ ആലിംഗനം ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെള്ളത്തിലൂടെ കടന്നു പോയാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നമുക്ക് നദി കടന്നു പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ നദി ക്രോസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എത്രയോ പ്രാവശ്യം നദി ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് സ്കെയറി. വെള്ളം വരുന്ന ആ ഒരു ഒഴുക്ക് കാണുന്നതുകൊണ്ട് പേടി തോന്നും. അപ്പോൾ പറയുകയാണ്, ആ വെള്ളം നിന്നെ കവിഞ്ഞു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പറയുന്നത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ എടുത്തു പറയാൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നീ തീയിൽ കൂടെ നടന്നാൽ അതിനേക്കാളും ഗൗരവമായിട്ടുള്ള കാര്യം വെന്തു പോകുകയില്ല. അതിന് മാത്രമല്ല, അഗ്നിജ്വാല, അതിൻ്റെ മണം പോലും നിന്നെ ഏശത്തില്ലെന്നാണ് അതിൻ്റെ വേറൊരു വ്യാഖ്യാനം. നമുക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കുറിച്ചുള്ള കഥകളൊക്കെ നമുക്കറിയാം. അതിനെ കൊണ്ട് ഇട്ടവർ ഇല്ലാതായി പോയെങ്കിൽ തന്നെയും ഇവര് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ദാറ്റ്, ഐ മീൻ ദോസ് സ്റ്റോറീസ്. യു നോ വാട്ട് ഐ മെന്റ് ബൈ ദാറ്റ്. ദൈവം നമ്മളെ നടത്തുന്ന ആ വിധങ്ങൾ നോക്കിക്കേ, ഏത് സാഹചര്യം. ഇനി എന്തുകൊണ്ടാണ് നിനക്ക് സംഭവിക്കാൻ പറ്റില്ലാത്തതെന്നറിയാമോ? ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നേക്കാളും മുമ്പ് നമുക്ക് ചില പ്രിക്കോഷൻസ് ഒക്കെ തരുമല്ലോ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നമ്മൾ ഏർപ്പെടുന്നേക്കാളും മുമ്പ് നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ളതായ ചില മെത്തേഡ്സുകളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ നോക്കിക്കേ, പറയുകയാണ്, 2-ാം വാക്യത്തിൽ പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, നദിയിലൂടെ പോകുമ്പോൾ, തീയിൽ കൂടെ നടക്കുമ്പോൾ, അഗ്നിജ്വാല, ഇതെല്ലാം പറയുന്നതിനേക്കാളും മുന്നമേ 1-2 കാര്യങ്ങൾ അവിടെ ഉറപ്പിക്കുന്നതായിട്ട് ഒരു അഷുറൻസ് ദൈവം തനിക്ക് നൽകുന്ന, യാക്കോബിന് അല്ലെങ്കിൽ ഇസ്രായേലിന് നൽകുന്നതായിട്ട് ഇവിടെ നോക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭയപ്പെടേണ്ട. അടുത്ത കാര്യം പറയാൻ പോകുന്നേക്കാൾ മുമ്പേ തന്നെ ഒരു മുൻകൂറായിട്ട് ദൈവം തന്നോട് പറയുകയാണ്, ഇസ്രായേലേ, യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. മാത്രമല്ല, ഇനി 4-ാം വാക്യം നോക്കിക്കേ, നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെയും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൺമുമ്പിൽ നമ്മൾ ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മളോട് ദൈവം പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മളെല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. പേർ ചൊല്ലി നമ്മളെ വിളിച്ച് എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ, നമ്മുടെ ആ കൂട്ടത്തിൽ നിന്നൊക്കെ നമ്മളെ പേർ ചൊല്ലി തൻ്റെ മക്കളും അവകാശികളും ആക്കി നമ്മളെ ചേർത്തണച്ചെങ്കിൽ, ഹൗ പ്രഷ്യസ് വി ആർ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൺമുമ്പിൽ നമ്മൾ എന്തുമാത്രം വിലപ്പെട്ടവരാണെന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളൊന്ന് ഒരു മാളിലൊക്കെ ഒന്ന് പോയിക്കുക, അല്ലെങ്കിൽ ഒരു ക്രൗഡ് ചെന്ന് നിൽക്കുന്ന ഉടനെ നമ്മളൊരു പക്ഷേ എല്ലാവരും ദൃഷ്ടിയിൽ നമ്മൾ വലിയ തുച്ഛമായിട്ടുള്ള ഒരു എന്തുവേണ്ടി പറയുക, ഒരു ഒരു ആരും ഗവനിക്കാത്ത ഒരാളായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ആരാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ ഒരു ക്രൗഡിൽ നിൽക്കുന്ന ഞാനും നീയും നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടോ നമ്മുടെ നന്മ കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട്, അവൻ്റെ കരുണ, അവൻ്റെ ദയ മൂലം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വലിയൊരു പദവിയാണ് ഈ ദൈവത്തെ കണ്ടുമുട്ടുവാനും, ദൈവത്തെ സ്വന്തം രക്ഷിതാവായി, ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും, അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാനും കൽപ്പന അനുസരിക്കാനൊക്കെ ഇടയായത് മൂലം എല്ലാ വിധമാവുന്ന സ്വർഗീയ നന്മകൾക്കും നമ്മൾ ഓഹരിക്കാരായി തീരുവാനുള്ള ഭാഗ്യം നമ്മുടെ ജീവിതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം വിലപ്പെട്ട വ്യക്തികളാണെന്ന് ഓർക്കുക. അതുകൊണ്ടാണ് കർത്താവ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്, നീ എനിക്കുള്ളവനാണ്. യു ആർ സോ പ്രഷ്യസ് ഫോർ മീ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്കിന്ന് സുഖമായിട്ട് ഉറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നൽകുന്ന അഷുറൻസ് ആണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി. നമ്മുടെ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, ടീച്ചർമാർ ആരെങ്കിലും ഇന്നൊരാളെ ഞാൻ അല്ലെങ്കിൽ ഇത്ര പേരെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകാമെന്ന്, അല്ലെങ്കിൽ ഇന്ന ടീം ഉണ്ടാക്കാം, നമ്മളെപ്പോഴും അയ്യോ എൻ്റെ പേര് വിളിക്കണേ, എൻ്റെ പേര് വിളിക്കണേ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തുവാ ആങ്ഷ്യസ് ആയിത്തീരുന്ന അവസ്ഥകളുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഈ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് ചിലരെയൊക്കെ, അതിനകത്ത് ഞാനും പെട്ടു,
നമ്മളൊക്കെ ആകപ്പെടുവാൻ ദൈവം നമ്മളെ വിളിച്ച് ചേർത്തു. ഹല്ലേലൂയ. അവൻ്റെ മക്കളും അവകാശികളുമായി തീരുവാൻ തക്കൊണ്ട് ദൈവം സഹായിച്ചു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധികളൊക്കെ 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്ന് പോകുന്നതിനേക്കാളും മുമ്പ് ഗോഡ് പ്രിപ്പയർഡ് ഹിം. അവനെ പ്രിപ്പയർ ചെയ്തതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നീ എനിക്കുള്ളവനാണ്. നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രികാലം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടുകൊണ്ട്, നിരാശപ്പെട്ടുകൊണ്ട്, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട്, വേദനപ്പെട്ട്, ഉറങ്ങാൻ സാധിക്കാതെ പാർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ആ വ്യക്തിയോടായിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഭയപ്പെടേണ്ട, നീ എനിക്കുള്ളവൻ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. യു ആർ സോ precious for me. ആയതുകൊണ്ട് നീ വെള്ളത്തിലൂടെ കടന്നു പോ, നീ നദിയിലൂടെ കടന്നു പോ, നീ തീയിലൂടെ കടന്നു പോ, അഗ്നിജ്വാല ഇതൊന്നും നിന്നെ ബാധിക്കാൻ പോകില്ല. ഹല്ലേലൂയ. യു ആർ precious for me. യു ആർ മൈൻ. നീ എനിക്കുള്ളവൻ എന്നാണ് അവിടെ പറയുന്നത്. നീ എനിക്കുള്ളവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം കഴിയാറായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏത് സാഹചര്യം തന്നാലും ദൈവം എന്നെ മെനഞ്ഞെടുക്കുവാനും രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനുള്ളതായ ഒരു അവസരമാണെന്ന് കണ്ടുകൊണ്ട് അതിന് കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു യാക്കോബാണെങ്കിൽ ഒരു യാക്കോബിനെ മാറ്റിക്കൊണ്ട് ഒരു ഇസ്രായേലാക്കി തീർക്കുവാൻ, രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു അബ്രാമിനെ കുറിച്ച് നമുക്കറിയാം. അബ്രാമിനെ അബ്രാം എന്നുള്ള പേരിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു അബ്രാഹാമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഒരു സാറായി എന്നു പേരുള്ള ഒരു വ്യക്തിയെ സാറയായി മാറ്റുന്ന ഒരു ദൈവം, ഒരു അനുഭവത്തിലൂടെ. ഹല്ലേലൂയ. മാത്രമല്ല, ശീമോനെ കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ അറിയാം. ശീമോനെ ഒരു പത്രോസായി മാറ്റിയെടുത്ത ദൈവം, ഒരു ശൗലിനെ ഒരു പൗലോസാക്കി മാറ്റിയെടുത്ത, രൂപാന്തരപ്പെടുത്തിയെടുത്ത ദൈവം, ആ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് ദൈവത്തിന് ഉതകുന്ന ഒരു പാത്രമായി നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, മെനഞ്ഞെടുക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. യാക്കോബെ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, ഇസ്രായേലെ, ഞാൻ നിന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ, സൃഷ്ടിക്കപ്പെട്ട നമ്മൾ നിർമ്മിക്കപ്പെടാനായി ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും എന്നെ മെനഞ്ഞെടുക്കുവാൻ, ദൈവത്തിന് ഉപയോഗമുള്ളൊരു പാത്രമായി ദൈവം എന്നെ മാറ്റിയെടുക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സാണെന്നുള്ളതായ ആ ഒരു ബോധ്യത്തോടു കൂടി ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയിരിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധികളോ വേദനകളോ ജീവിതത്തിൽ വരട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് വിത്ത് അസ്. ദൈവം നമ്മളോട് കൂടെയുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മുടെ കരം പിടിച്ചിരിക്കും എന്നുള്ള ആ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാനാക്കണം ആഗ്രഹിക്കുകയാണ്. യെരമ്യാ പ്രവചനം 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ളൂ, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം നമുക്ക് ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കായി. റോമാലേഖനം 8:28 നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 2:9 നമുക്കറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ വചനങ്ങൾ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കായിരിക്കാം. സൃഷ്ടിക്കപ്പെട്ട നാം അങ്ങനെ നമ്മുടെ ജീവിത അന്ത്യം വരെയും അങ്ങനെ തന്നെ കഴിഞ്ഞു പോകാതെ ദൈവം നിർമ്മിച്ച് എടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, ഇഫ് ഗാഡ് ഈസ് ബ്രിങ്ങിങ് ആൻ എൻകൗണ്ടർ, ഒരു ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ, അത് ഏതും ആയിക്കൊള്ളട്ടെ. ഒരു പക്ഷേ അത് ഏതെങ്കിലും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു രോഗമാകുന്ന അവസ്ഥയിലൂടെ കടത്തി വിട്ടുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും ചില പ്രയാസങ്ങൾ വരുന്ന അനുഭവങ്ങളായിരിക്കാം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരവസ്ഥയായിരിക്കാം. വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ളതായ ചില കൺസേണുകളായിരിക്കാം. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും വിഷയമായിരിക്കാം. ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും, നമ്മുടെ ബിസിനസ്സോ എന്തുമായിക്കൊള്ളട്ടെ, യു നെയിം ഇറ്റ്, യു ലേബൽ ഇറ്റ്. ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവമേ എന്നെ പണിയണമേ,
അവിടുത്തേക്ക് ഉപയോഗമുള്ളൊരു പാത്രമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ എന്ന് പൂർണ്ണമായി ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട്, നീ എന്നോട് കൂടെയുണ്ട്, ഐ ആം പ്രഷ്യസ് ഫോർ യു, നീ എനിക്ക് തന്ന വാഗ്ദത്തം, നീ എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുള്ള ആ വാക്കുകൾ ഞാൻ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിന്റെ സന്നിധിയിൽ താണിരിക്കുന്നു എന്നുള്ള ഭാവനയോടുകൂടി ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവത്താൽ പണിയപ്പെടേണ്ടതിനു വേണ്ടി പൂർണ്ണമായി നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് വിധത്തിലാണ് ദൈവം നമ്മളെ പണിയുവാൻ തക്കോണം, നിർമ്മിക്കുവാൻ തക്കോണം, നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്, അവന് വേണ്ടി ഹല്ലേലൂയ നല്ല പാത്രങ്ങളായി തീരുവാൻ, അവന് പ്രയോജനമുള്ള പാത്രങ്ങളായി തീരുവാൻ, അവൻ്റെ കയ്യിൽ ഉപയോഗമുള്ള ഉപകരണങ്ങളായി തീരുവാൻ തക്കോണം ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുത്തുവെങ്കിൽ ആ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമുക്ക് ബലം നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിക്കപ്പെട്ട നാം നിർമ്മിക്കപ്പെട്ട രൂപാന്തരപ്പെട്ട വ്യക്തികളായി തീരുവാൻ തക്കോണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി തീരുവാൻ വരും ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. ഈ വർഷം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങളൊക്കെയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, സാക്ഷികളായി നിലകൊള്ളുവാൻ തക്കോണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എനിക്ക് പ്രകാരം ഇന്ന് സമയം തന്ന ദേവദാസനോടും ഈ മിനിസ്ട്രിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും അതുപോലെ ഞങ്ങളുടെ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതായ അപേക്ഷയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായിട്ടുള്ള പ്രത്യാശയുടെ വചനങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അനുഭവിച്ചതായിട്ടുള്ള ആ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണ്, എന്നാൽ അത് ശരിയായിട്ടുള്ള അതിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം, നമ്മളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്, എന്നാൽ നിന്നെ നിർമ്മിക്കുന്നവനായ യഹോവ, നിന്നെ പുനർനിർമ്മിക്കുന്നവനായ യഹോവ ദിനംതോറും വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം. നമുക്കറിയാം യാക്കോബിൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം യാക്കോബ് ദൈവമായിട്ട് ഏറ്റുമുട്ടി. എന്നാൽ നമുക്കറിയാം യാബോക്ക് തീരത്ത് വെച്ച്, ആ കടവിൻ്റെ തീരത്ത് വെച്ച് ഉള്ള ആ ഏറ്റുമുട്ടലിലൂടെ ആ ഒരു പുനർനിർമ്മാണം, ദൈവം യാക്കോബിനെ വീണ്ടും പുനർനിർമ്മിക്കുകയായിരുന്നു. പൂർണ്ണമായിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി. ലോകപ്രകാരം എല്ലാ അനുഗ്രഹങ്ങളും അന്ന് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഒരു വലിയ സമ്പന്നനായിട്ട് ആ പുള്ളി അവിടെ നിന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തൻ്റെ പേര് തന്നെ മാറിപ്പോയി. ആളുകൾ അവനെ കാണുന്ന ആ മനോഭാവം മാറി. ലോകത്തിൽ അവൻ അറിയപ്പെടുന്ന ഏത് രീതിയിലാണെന്നുള്ള അത് മാറി. എല്ലാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം, നമ്മൾ വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവ് എന്താണ് നമ്മൾ നിരാശരായിട്ട് തീരും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ഉള്ള വിശ്വാസത്തിന് തന്നെ ചിലപ്പോൾ നമുക്ക് ഉലച്ചിൽ വന്നെന്ന് വരും. എന്നാൽ അവിടെയാണ് ദൈവം പറയുകയാണ്, രണ്ടാമത്തെ ഭാഗം കർത്താവിൻ്റെ ദാസൻ പറയുന്നത്, ഭയപ്പെടേണ്ട. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ, ആ പുനർനിർമ്മിക്കുന്ന അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ദൈവം ഒരു വാഗ്ദാനം അവിടെ നൽകുകയാണ്. ഭയപ്പെടേണ്ട, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ അത് കവിഞ്ഞു പോകത്തില്ല. തീയുടെ അനുഭവങ്ങളിലൂടെ നീ ജീവിതത്തിൽ പോയാൽ നീ വെന്തു പോകത്തില്ല. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എത്ര വലിയൊരു വാഗ്ദാനമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഇതൊക്കെ മാറുന്ന ഈ വാഗ്ദാനങ്ങളെല്ലാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാതെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിൽ നമ്മൾ നിരാശരായിട്ട് അസ്തപ്രജ്ഞരായിട്ടൊക്കെ നമ്മൾ തീരുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കേട്ട വചനം എത്ര പ്രത്യാശയുടേതായ, എത്ര ഉറപ്പിക്കുന്നതായ ഒരു വചനമാണ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണുകയായിരുന്നു. ആരൊക്കെയോ വീഡിയോ ഈ വാട്സാപ്പിൽ അയക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ ഡൗൺലോഡായിട്ട് അതിങ്ങനെ കാണുകയായിരുന്നു.
കേരളത്തിലായിരിക്കണം. ഒരു ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ്. എങ്ങനെയോ ഒരു 8-9 പേര് 5-6 സ്ത്രീകളും ഒരു കുട്ടിയും 2-3 ആണുങ്ങളും ഒക്കെ അതിനകത്തായിപ്പോയി. ആളുകളെല്ലാം ഇപ്പുറത്ത് ഇങ്ങനെ നിന്ന് കാണുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ വയ്യ. വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് വെള്ളത്തിൻ്റെ നടുക്കായിപ്പോയി അവർ. ആ വെള്ളത്തിൻ്റെ ശക്തി കൂടി 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 വന്ന് ഈ കരയ്ക്ക് നിൽക്കുന്നവർ വിളിച്ചു കൂവുന്നുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വെള്ളത്തിൻ്റെ ശക്തി കൂടി കൂടി വന്ന 2 സ്ത്രീകൾ അതിൻ്റെ അകത്ത് വീണൊഴുകിപ്പോയി. കുറെ കഴിഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ അകത്ത് വീണൊഴുകി പോകുന്ന വളരെ ദാരുണമായ ഒരു കാഴ്ച ഇന്ന് കാണേണ്ടതായിട്ട് വന്നു. ആ വീഡിയോ അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നതല്ല, പക്ഷേ അത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ കണ്ടു. ഇന്ന് ഈ കേട്ടത് അത് തന്നെയാണ്. വെള്ളം വന്നാൽ അത് കവിഞ്ഞു പോകത്തില്ല, അതിൻ്റെ അത് നീ വീണു പോകത്തില്ല. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നേ ഉള്ളല്ലോ. ഒരു വെള്ളത്തിൽ എങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ വന്ന് ആളുകളെ കുത്തി ഒഴുക്കിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മിക്കവരും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മളിത് വായിക്കുകയോ അറിയുകയൊക്കെ എന്നാൽ അതിൽ നിന്ന് കാണുന്നതിന് ഇടയായി. അവിടെയാണ് ദൈവം പറയുന്നത്, നീ അങ്ങനെ വീണു പോകത്തില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എത്ര വലിയ ഒരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ പണിയുമ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ആ കുശവൻ തനിക്ക് ഇഷ്ടപ്പെട്ട പാത്രം അത് താൻ വിചാരിക്കുന്നത് പോലെ വന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് ഉടച്ചു കളഞ്ഞിട്ട് അതിനെ വീണ്ടും പണിയുകയാണ്. ഇത് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പണിയുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാനവും ഉറപ്പുമാണ്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ പറഞ്ഞല്ലോ, എത്ര മഹത്തരമായിട്ടുള്ള ദൈവവചനമാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. ഇത് കേട്ടിട്ട് കൊള്ളാമെന്ന് പറയുകയല്ല, നമ്മൾക്ക് ഇത് നമ്മുടെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ഇത് നമുക്കൊരു അത്താണിയായിട്ട് തീരട്ടെ. നമുക്ക് ഈ വചനങ്ങളിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ ഇടയാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ ആ വചനങ്ങൾ റേമയായിട്ട് ജീവനുള്ളതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ ദൈവവേലയിൽ മുന്നിട്ട് വരുന്നതിന്, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് കുടുംബമായിട്ട് അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഷിക്കാഗോ പ്രയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. PS തോമസ് പാസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ PS തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് MP ജോർജ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കാം. PS തോമസ് പാസ്റ്റർ ഇല്ല, എന്നാൽ ജോൺ വത്സലൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് MP ജോർജ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കാം. താങ്ക് യു.